ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? അവിടെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ വഴക്ക് പറയുമ്പോൾ പല്ലുകൾ കടിച്ചമർത്തി നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അല്ല, നാളെ എക്സാം ആണ്, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്, അതിനെ ഓർത്ത് രാത്രിയിൽ ടെൻഷനാകി സ്ട്രെസ് അടിച്ച് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പല്ലുകൾ കടിച്ചമർത്തുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പല പേഷ്യൻസും ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പല്ലുകളൊക്കെ എല്ലാം തേഞ്ഞിരിക്കുന്നതായിട്ട്, പല്ലിൻ്റെ മേൽഭാഗമൊക്കെ തേഞ്ഞിരിക്കുന്നതായിട്ട് പല സമയം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോഴാണ് അവർ ഇതേപോലുള്ള രാത്രി ഉറങ്ങുന്ന സമയത്ത് പല്ലുകൾ കടിച്ചമർത്താറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും പല്ലിങ്ങനെ കടിച്ച് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ അറിയുന്നത്. ചില പേഷ്യൻ്റ് ഇത് പല്ല് തേഞ്ഞു പോയ കാര്യം നോട്ടീസ് ചെയ്യുകയില്ല. പക്ഷേ അവർ പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ്, ഡോക്ടറെ എനിക്ക് തണുത്തതോ ചൂടുള്ളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പല്ല് വേദനയാണ്, അല്ലെങ്കിൽ പല്ല് പുളിപ്പാണ്. ചില പേഷ്യൻസ് പറയാറുണ്ട്, രാവിലെ എണ്ണീച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഈ അടിയല്ലിൻ്റെ ഈ ഭാഗത്തൊക്കെ അങ്ങ് വേദനയാണ്, വാ തുറക്കാനും അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർക്കുള്ള അസുഖമാണ് ബ്രക്സിസം എന്ന് പറയും. ബ്രക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിച്വൽ ഗ്രൈൻഡിങ് ഓഫ് യുവർ ടീത്ത്, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പല്ലുകൾ തമ്മിൽ കൂട്ടി അമർത്തുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ബ്രക്സിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? നിങ്ങളുടെ ഡെന്റിസ്റ്റിനെയോ പ്രത്യേകിച്ച് ഓർത്തഡോണ്ടിസ്റ്റിനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നം എന്താണെന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതുവഴി എന്താണ് നിങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താലാണ് ഇത് മാറുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദങ്ങളോ സ്ട്രെസ്സോ അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ തേടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്.